ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ തൊട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കൽ പ്രതിസന്ധിയിൽ മന്ത്രിതല ഇടപെടലുണ്ടായി. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് കാരണം പൊഴിമുറിക്കാത്തതാണ് എന്ന വാർത്ത ഇന്ന് രാവിലെ റിപ്പോർട്ടറാണ് ആദ്യം പുറത്തുവിടുന്നത്. വാർത്തയ്ക്ക് പിന്നാലെ കുട്ടനാട് എംഎൽഎയും ജില്ലാ കളക്ടറും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എം ലിജുവും തോട്ടപ്പള്ളി സന്ദർശിച്ചു. പൊഴിമുറിക്കൽ മുഴുവൻ സമയവും നടത്തുമെന്നും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ യഥാസമയം നിയോഗിക്കുമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. തോട്ടപ്പള്ളി പൊഴിയിലെ കടുത്ത അനാസ്ഥ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ കുട്ടനാട് എംഎൽഎ റെജി ചെറിയാൻ തോട്ടപ്പള്ളിയിലെത്തി. മുഖ്യമന്ത്രിയടക്കം ഇടപെട്ടിട്ടില്ല എന്ന ആശങ്കയും പങ്കുവച്ചു. JCB ഉപയോഗിച്ച് തീർത്തും അപ്രായോഗികമായ രീതിയിലാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ഇപ്പോഴത്തെ മണൽ നീക്കം. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു. റിപ്പോർട്ടർ വാർത്തയിൽ ഒടുവിൽ ഇറിഗേഷൻ വകുപ്പ് ഉണർന്നു. മണിക്കൂറുകൾക്കകം 3 എക്സ്കവേറ്ററുകൾ തോട്ടപ്പള്ളി പൊഴിയിലെത്തി മണ്ണ് നീക്കി തുടങ്ങി. ഒഴുക്കിന് തടസ്സമായി സ്പിൽവേ ഷട്ടറുകളിൽ തങ്ങി നിന്ന മാലിന്യവും നീക്കാൻ തുടങ്ങി. വൈകുന്നേരത്തോടെ മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയും എം ലിജുവും പൊഴിമുഖത്തെത്തി. പൊഴിമുറിക്കാൻ അതിവേഗ നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. ഇപ്പൊ അതിനുള്ള നടപടികളാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറെയും പെർമനന്റ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. 3 മാസം മുമ്പ് ചെയ്യേണ്ട പ്രവർത്തികളാണ് കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ ശേഷം ഇന്ന് ചെയ്തു തുടങ്ങിയത്. മഴക്കാല മുന്നൊരുക്കത്തിൽ തോട്ടപ്പള്ളിയിലുണ്ടായത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച. റിപ്പോർട്ടർ, ആലപ്പുഴ.